കടിക്കോ അപ്പുറത്ത് പോ രാത്രി ഇരുന്നപ്പുറത്ത് പോയാ രാവിലെ കൊണ്ടുപോയിട്ട് കുറ്റി ഇടിക്കായിരുന്നല്ലേ. അവിടെ വാ 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 കയ്യിൽ വെക്കട്ടോ നോക്കാം ഒരാള് നീ അവിടെ നിന്നാ ബാക്കിൽ നിന്നാ നീ പോ ഒരു പോലീസുകാരിയാണ്, പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവരുടെ വീട്ടിൽ 70ഓളം നായ്കളെ വളർത്തുന്നത്. ആ നായ്കളെയാണ് ഇപ്പോൾ നഗരസഭ പിടികൂടുന്നത്. കാരണം വലിയ പരാതി നാട്ടുകാരുടെ ഭാഗത്തുണ്ടായി. നാട്ടുകാർക്ക് വലിയ ശല്യമുണ്ടാകുന്ന പരാതി ഉണ്ടായി. 70ഓളം പട്ടികളെ വളർത്തുന്നത് സ്വാഭാവികമായും അതിൻ്റെ ശുചിത്വ പ്രശ്നമൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വലിയ പരാതി പോലീസുകാരി 10-2 വളർത്തി. പിന്നീട് അതിപ്പോൾ ഒരു 10-70 അതിവിടെ സമീപത്തുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. കംപ്ലയിൻറ്റ് നേരത്തെ 2024 തന്നെ കംപ്ലയിൻറ്റ് കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഇവിടുത്തെ കൗൺസിലർ LDFൻ്റെ കൗൺസിലറോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മാറ്റാൻ. ഇന്നലെ ഉടമയുടെ പരാതി അവർ എതിർപ്പൊന്നുമില്ല, അവർ സമ്മതിക്കില്ല. അതാണ് കൗൺസിലർ പറയുന്നത്. കാണാം ഇത്രയധികം ഒരു നായകളുടെ വലിയൊരു നിരയുണ്ട് ഇവിടെ. ഇത് ടെറസിലുമൊക്കെ നായകളുണ്ട്. ആ നായകളുടെ സ്വാഭാവികമായും ഇത്രയധികം നായകൾ ഒരു വീട്ടിൽ വളർത്തുമ്പോൾ വീട് നിറയെ പട്ടികളെന്ന് പറയാം. ആ രീതിയിലാണ് തൊട്ട അയൽപക്കത്തിൽ വീടുകളൊക്കെ ഉള്ളത്.